ഇന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് എളൈറ്റിൽ കുണ്ടായി റെയ്സിൻ്റെ വീട്ടിലാണ്. ഈ വീട് 3 വർഷം മുമ്പ് കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പം വീട് നമുക്ക് കാണാം. ഈ ഒരു വീടിൻ്റെ റൈറ്റ് സൈഡിലാണ് ഈ പോർച്ച് വരുന്നത്. പോർച്ചിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 3.60 വിഡ്ത്തും 4 മീറ്റർ ലെങ്ത്തും ഉണ്ട്. അത്യാവശ്യം നല്ലൊരു പോർച്ച് സൈസുള്ള ഒരു പോർച്ചാണ്. അതേപോലെ ഈ ഒരു വാളിൽ വലിയൊരു വിൻഡോ കൊടുത്തിട്ട് നല്ല ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട്. പോർച്ചിൻ്റെ ഷോ വാളിൽ കൊടുത്തത് ഗ്ലാഡിങ് ടൈലാണ്. ഇത് നേരെ മേലോട്ട് എൽ ഷേപ്പിൽ കൊടുത്തുക. ഈ ഒരു പോർച്ച് കഴിഞ്ഞാൽ നേരെ വരുന്നത് ഈ വീടിൻ്റെ സിറ്റൗട്ടാണ്. സിറ്റൗട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 സൈഡും വലിയ ഷോ വാൾ കൊടുത്തിട്ട് ഈ ഷോ വാളിന് ഒരു ഹോളൊക്കെ കൊടുത്ത് ഈ ഹോളിൻ്റെ ഇടയിൽ ചെറിയ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് രാത്രിയായാലും അതൊക്കെ കത്തുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു സൺസൈഡ് മെയിൻ സ്ലാബ് ഹൈറ്റിലാണ് നമ്മൾ ചെയ്തത്. സാധാരണ ചെയ്യുന്നത് കുറച്ച് താത്തിയിട്ടാണ് ചെയ്യൽ. അത് നമ്മളൊന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു വീടിന് ഒരു പ്രത്യേകത അതൊക്കെ തന്നെയാണ്. നല്ല ഹൈറ്റിൽ ചെയ്തതുകൊണ്ട് ഈ വീടിന് നല്ലൊരു പ്രൗഢി കിട്ടുന്നുണ്ട്. പിന്നെ സിറ്റൗട്ട് കഴിഞ്ഞാൽ ബെഡ്റൂമിൻ്റെ ഭാഗമാണ്. അതെ, ഈ ഒരു കണ്ടംപററി സ്റ്റൈൽ ആയതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് സൺസൈഡ് കൊടുക്കാൻ പറ്റിയില്ല. അതേപോലെ ഈ ഒരു വിൻഡോക്ക് നമ്മൾ സൺസൈഡ് ചെയ്തില്ല. പിന്നെ ഈ ഒരു ഭാഗത്ത് വലിയൊരു ഷോ വാൾ ചെയ്ത് ഇതിനും നല്ല അതേ സെയിം ഗ്ലാഡിങ് ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ട് പിന്നെ ഈ ഒരു സ്പേസ് ഇവിടെ ഫ്രീ ആയി വന്നതുകൊണ്ട് നമ്മളിവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ വിചാരിച്ച് അങ്ങനെ ഇവിടെ ഭാവിയിലൊരു ഗാർഡനൊക്കെ സെറ്റാക്കി എടുക്കും. അപ്പോൾ ഈ സൺസൈഡ് ഇല്ലാത്തതിനാൽ ഈ ഒരു ഭാഗം ഈ ഗാർഡൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ക്വയർ ട്യൂബ് ഇങ്ങനെ എൽ ഷേപ്പിൽ കൊടുത്ത് അതിൻ്റെ മേലെ ഗ്ലാസ് കൊടുത്തത് കൊണ്ട് സിറ്റൗട്ടിലേക്ക് വെള്ളത്തിൻ്റെ പ്രശ്നവും വരില്ല. ഈ ജനലൊന്നും നനയാതെ സേഫായി കിട്ടും. അപ്പോൾ നമ്മൾ നേരെ വരുന്നത് സിറ്റൗട്ടിലാണ്. സിറ്റൗട്ട് 4.20 ലെങ്ത്ത് ഉണ്ട്, ഒരു 1.60 വിഡ്ത്തും ഉണ്ട്. അപ്പം അത്യാവശ്യം ഒരു സിമ്പിളായിട്ടുള്ളൊരു സിറ്റൗട്ടാണിത്. അപ്പം ഇവിടെ നമുക്ക് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ സിറ്റൗട്ടിലിരിക്കുമ്പോൾ നല്ലൊരു എയർ കാര്യങ്ങളൊക്കെ കിട്ടും. നല്ലൊരു ആംബിയൻസാണ്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ വയലാണ്. അപ്പോൾ ആ ഒരു നല്ലൊരു സ്ഥലമാണിത് അല്ലേ, ഈ വീടിന് പറ്റിയ. അപ്പോൾ വീട് സിറ്റൗട്ട് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ മെയിൻ ഡോറാണ്. വളരെ സിമ്പിളായിട്ട് ഒരു മോഡലൊന്നും ഔട്ടാകാത്തൊരു തീമാണ് ഇവിടെ അപ്ലൈ ചെയ്ത്. അപ്പോൾ മെയിൻ ഡോറ് കയറിയാൽ നേരെ വരുന്ന ലിവിങ് റൂം. ഇവിടെ എൽ ഷേപ്പിലാണ് സോഫ സെറ്റ് ചെയ്ത്. വളരെ സിമ്പിളായിട്ടാണ് ചെയ്ത്. ലിവിങ്ങിൽ നിന്ന് നേരെ വന്നാൽ ഈ ഒരു വാൾ മാത്രം കൊടുത്തിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ഫുൾ ഓപ്പൺ ആയിട്ടാണ് വരിക. ഇപ്പം തന്നെ എന്നാലും നല്ല ഓപ്പൺ ഫീൽ ചെയ്യുന്നുണ്ട്. ലിവിങ്ങും ഡൈനിങ്ങും ഒറ്റ ഹാള് പോലെ അതിനാൽ തന്നെ നല്ല വെന്റിലേഷന് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ലിവിങ് ഡൈനിങ് ഇതിൻ്റെ സെൻറ്ററിലാണ് ഈ ഒരു വാള് കൊടുത്തത്. ഈ ഒരു വാള് കൊടുത്തത് കൊണ്ട് നല്ല പ്രൈവസി കിട്ടുന്നുണ്ട്. ഇവിടെ ഭക്ഷണം കഴിക്കുമ്പോഴായാലും അതേപോലെ തന്നെ ഈ ഒരു 2 റൂമിലുള്ള ആൾക്കാർക്ക് ഇവിടെ നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ഈ ആ വാള് കൊടുത്തത് കൊണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ബെഡ്റൂം, അത്യാവശ്യം നല്ല സൈസുള്ള ഒരു ബെഡ്റൂം തന്നെ ഫ്രണ്ട് ഭാഗത്ത് കൊടുത്ത്, ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് മറ്റൊരു ബെഡ്റൂമാണ്. ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ കൊടുത്തിട്ട് ഫർണിച്ചറൊക്കെ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിയിട്ടതാണ്. ഈ വീടിൻ്റെ ഇപ്പോൾ 2 ബെഡ്റൂം ഇതിൻ്റെ ഈ വീടിൻ്റെ റൈറ്റ് സൈഡിലാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് 3ാമത്തെ ബെഡ്റൂം ഇവിടെയാണ് കൊടുത്തത്. ഒരു 3.5 മീറ്റർ ലെങ്ത്തും 3.60 വിഡ്ത്തും ഉണ്ട്. അപ്പോൾ ഇവിടെ വാൾഡ്രോബ് കൊടുത്തിട്ട് അതേപോലെ ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ട് വലിയ വിൻഡോ ഒക്കെ കൊടുത്തത് കൊണ്ട് മാക്സിമം വെന്റിലേഷനൊക്കെ കിട്ടുന്ന രീതിയിലാണ് ചെയ്തത്. ഇൻറ്റീരിയറായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഭാവിയിൽ ഇൻറ്റീരിയറൊക്കെ ചെയ്യൂലേ? ചെയ്യണം.
ഇതാണ് കിച്ചണ്. ഈ കിച്ചണിൻ്റെ ഡോറ് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവിടെ ചെയ്ത് ഒരു ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട്. ഇപ്പോൾ കിച്ചൺ നല്ല സ്പേസ് ഉള്ളൊരു കിച്ചണാണ്. ഏകദേശം ഒരു 5.70 ലെങ്ത്തും ഒരു 3.5 മീറ്റർ വിഡ്ത്തും ഉണ്ട്. ഇവിടെ എൽ ഷേപ്പിലാണ് ഇവിടെ റാക്ക് ചെയ്തത്. പിന്നെ ഇവിടെ സ്റ്റോർ റൂമുണ്ട്. കിച്ചൻ്റെ ഇൻറ്റീരിയർ വർക്ക് കംപ്ലീറ്റ് ആയില്ല, ഇവർ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നുള്ള കൺസെപ്റ്റിലാണ് ഉള്ളത്. അപ്പോൾ കിച്ചണിന് നേരെ വരുന്നത് ഈ ഒരു ഡോറ് കഴിഞ്ഞാൽ ഇവിടെ ഒരു വരാന്ത കൊടുത്തേക്ക്. ഈ ഒരു വരാന്ത ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാനൊക്കെ പറ്റും, റെസ്റ്റ് എടുക്കാനൊക്കെ. അതേപോലെ തന്നെ കൂടുതൽ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെയൊക്കെ ഇരിക്കാനും ഇതിനൊക്കെ ഈ ഒരുപോലെ വർക്ക് ചെയ്യാനൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയ ആണിത്. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ ഇവിടെ ഈ ഗ്ലാസിൻ്റെ ഹാൻഡ് റെയിൽ കൊടുത്തിട്ട് അതിൻ്റെ കൂടെ വുഡ്, ഈ ഒരു വുഡ് മഹാഗണിയിലാണ് ചെയ്തത്. നല്ല ഒരു ലുക്ക് കിട്ടുന്ന ഒരു ഭാഗമാണിത്. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് സിറ്റ് ഔട്ട് വരെ കാണാൻ പറ്റും, അത്രയും നല്ലൊരു ഏരിയ ആണ്. ഈ ഒരു ലാൻഡിങ് സാധാരണ എല്ലാവരും ഈ 1 മീറ്റർ ഒക്കെയാണ് ചെയ്യാറ്. ഇവിടെ ഒരു 2.5 മീറ്റർ ഉള്ളത് കൊണ്ട് ഇവിടെ ഇവർക്ക് പഠിക്കാനും അതേപോലെ നല്ലൊരു, ഇനിയിപ്പം ഭാവിയിൽ ഇവിടെ ഒരു TV ഒക്കെ വെച്ച് സിറ്റ് ചെയ്യാനും പറ്റും. അതേപോലെ സോഫ സെറ്റ് ചെയ്യാം, എന്തിനും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു എക്സ്ട്രാ ഏരിയ ഇവിടെ കിട്ടി. പിന്നെ നമുക്ക് സ്റ്റഡി റൂം എന്ന് പറഞ്ഞൊരു സംഭവം ഈ വീട്ടിലില്ല. അപ്പോൾ അത് നമുക്കൊരു സ്റ്റഡി പർപ്പസിനും കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം, ഈ ലാൻഡിങ്ങിൻ്റെ മേൽഭാഗം യൂസ് ചെയ്തു. ഈ ലാൻഡിങ്ങിൽ നമ്മൾ മെയിനായിട്ട് കൊടുത്തത് ഈ ഒരു ഗ്ലാസ്സാണ്. അതെ, ഗ്ലാസ് ഇവിടെ എത്ര വലുതാക്കി കൊടുത്തതുകൊണ്ട് നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. വെളിച്ചം കിട്ടുന്നുണ്ട്. പക്ഷേ അന്ന് നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു. അതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. വെളിച്ചവും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷേ ഇവിടെ നമ്മൾ ഇരുന്ന് എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ചൂടാണ്. അത് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഈ ഫിക്സഡ് ഗ്ലാസ് കൊടുക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെയാണ്. എന്താ പറഞ്ഞാൽ നല്ല ചൂടാണ് നമുക്ക്. അല്ലെ പിന്നെ ഫുൾ എയർ കണ്ടീഷൻഡ് ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് ചൂടുകൊണ്ട് ബുദ്ധിമുട്ട് തന്നെയാണ് ഗ്ലാസ് എന്നുള്ളത്. ഇത് റേസ്കാരോട് പറഞ്ഞു, ഇവിടെ ഫിക്സഡ് കൊടുക്കണ്ട, നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് സ്ലൈഡിംഗ് ആണ് നല്ലത്. എന്നിട്ട് ഇഷ്ടം ഫിക്സഡ് ഗ്ലാസ് ആണ്. ഇത് കോമൺലി ലാൻഡിങ്ങിൽ എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് ഫിക്സഡ് ആയിട്ട് തന്നെ ചെയ്തതാണ്. അന്ന് പിന്നെ എല്ലാവരും ഗ്ലാസ് ചെയ്ത് അങ്ങനെ ഒരു ഇതായിരുന്നു, വീടിന് ഫുൾ മൊത്തം ഗ്ലാസ് ചെയ്യുക എന്നുള്ളൊരിത്, ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തു പോയതാണ് ഈ ഗ്ലാസ്. പക്ഷേ നല്ല ചൂടാണ്, നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇനി ചെയ്യുന്നവർ ഇവിടെ ഈ ലാൻഡിങ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ട് സ്ലൈഡിംഗ് ആണ് നല്ലത്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഈ ഒരു ഏരിയ മാത്രമേ കൊടുത്തുള്ളൂ, വലിയൊരു ഹാളാക്കിയിട്ട് ഇവിടെ ചെയ്തതാണ്. കാരണം എന്താ വെച്ചാൽ താഴെ ഇപ്പോൾ നമുക്ക് മാക്സിമം 3 ബെഡ്റൂം താഴെ തന്നെ കിട്ടി. അതുകൊണ്ട് മേലെ നമ്മൾ റൂംസൊന്നും ഇപ്പോൾ ആഡ് ചെയ്തില്ല. ഈ ഒരു വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു വാളാണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ ഒരു വലിയൊരു 2 നില വീടിൻ്റെ ഒക്കെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാള് നമ്മൾ ഡിസൈനിൽ ആഡ് ചെയ്ത്. ഈ വാള് കൊടുത്തത് കൊണ്ടാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു 2 നില വീടിൻ്റെ ലുക്ക് കിട്ടാൻ കാരണം. ഞങ്ങളിപ്പോൾ ഉള്ളത് സിറ്റൗട്ടിൻ്റെ മേലാണ്. സിറ്റൗട്ടിൻ്റെ കുറച്ച് ബാക്കിലേക്കായിട്ടാണ് ഈ ഒരു വാള് ഇവിടെ കൊടുത്തത്. ഈ വാളിങ്ങനെ ഫ്രീ ആയിട്ട് ഒറ്റ വാളായിട്ട് ചെയ്തതുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വലിയൊരു വീടാണെന്നൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഇത് ഡമ്മി വാളാണ്. ഏകദേശം ഈ വാള് ഒരു 2.20 ആയിട്ടാണ് ചെയ്തത്. അതെ, ഇത് നമ്മൾ ഡിസൈൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും ചെയ്തത്. ഡിസൈൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ പക്ഷെ നമുക്ക് പിന്നെ ഇവിടെ 2 ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല പ്രൈവസിയിൽ ഇവർക്ക് അലക്കിച്ചിക്കാനും അതേപോലെ പിന്നെ ചുമ്മാ കുറച്ച് വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ വലിയ ചൂടില്ലാത്ത സമയത്തൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റുന്നൊരു സ്ഥലമാണ്. ഒരു പ്രൈവസി കിട്ടും ഈ ഒരു വാള് കൊണ്ട്.
ഇങ്ങനത്തെ ചെറിയ ഇതൊക്കെ സിമ്പിൾ എക്സ്പെൻസ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകളാണ്. പിന്നെ രാത്രിയൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് ഇരിക്കാം, സുഖമായിട്ട് നല്ല കാറ്റൊക്കെ ഉണ്ടാവും, വയൽ ഏരിയ ആണല്ലോ, അപ്പോൾ അതിൻ്റെതായ ഒരു സുഖമുണ്ട്. ഈ സ്ലാബുകൾ ഇതിപ്പോൾ പോർച്ചിൻ്റെ സ്ലാബാണ്, അതെ അതെ. പക്ഷേ അവിടെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല ഹൈറ്റ് ഫീൽ ചെയ്യാൻ കാരണം ഇങ്ങനെ എൽ ഷേപ്പിൽ കുറച്ച് പടവ് ചെയ്തിട്ട് സ്ലാബ് കൊടുത്തത് കൊണ്ടാണ്. ഇത് സംഭവം പൊക്കി ചെയ്തതാണെന്ന് ഫീൽ ചെയ്യും. അതേപോലെ കുറേ ഈ വാളുകൾ കൊടുത്ത് ഹൈറ്റിൽ ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്യാൻ കാരണം എന്തായാലും നമ്മൾക്ക് മുന്നോട്ട് എന്തായാലും ഇപ്പം അടുത്തൊന്നും നമുക്ക് വീട് മുകളിലോട്ട് എടുക്കാനുള്ള പ്ലാനൊന്നുമില്ല. അപ്പം പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ നമുക്കൊരു ഏകദേശം നല്ലൊരു കാഴ്ചയും വേണം. കാഴ്ച 3D ആ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ തന്നെയാണ് ഹൈറ്റ് ഒക്കെ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഒറ്റ നില വീടാന്ന് പെട്ടെന്ന് തോന്നൂല്ലേ. എല്ലാവരും പുറത്തുനിന്ന് എല്ലാവരും കണ്ടാൽ ചോദിക്കുക പിന്നെ മുകളിലുണ്ടോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുക. അതെ, ഈ ഒരു വാൾ അത്ര ഹൈറ്റിലൊക്കെ കൊടുത്തതുകൊണ്ട് ലോങ്ങൊന്ന് നോക്കുമ്പോൾ നല്ല വലുപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വീട് നമ്മളിപ്പോൾ അതേപോലെ ചെയ്ത് നിങ്ങൾ പറഞ്ഞ അതേ രീതിയിൽ, അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്താണ് ഒന്ന് പറഞ്ഞാൽ? ഇല്ല, ഞാൻ പിന്നെ ഈ ബാസിത്തിനെ ഒന്ന് സമീപിക്കുന്ന സമയത്ത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു പിന്നെ 3 റൂമുള്ളൊരു വീട് വേണം, അതായത് അപ്സ്റ്റെയർ വേണ്ട, നല്ല രീതിയിൽ പെട്ടെന്നൊന്നും മോഡൽ ഔട്ട് ആവാത്ത ഒരു ഡിസൈന്, ആർക്കും പിന്നെ ബോറടിക്കരുത്, കാണുമ്പോൾ ഒരു പഴഞ്ചൻ മോഡലാണല്ലോ എന്ന് തോന്നാത്തൊരു വീട്, അതേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എനിക്ക് ആകെ ഞാൻ പറഞ്ഞ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ 3 റൂം എന്തായാലും നിർബന്ധമാണെന്നുള്ളതാണ്. അത് നമ്മൾ പറഞ്ഞ പ്രകാരം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവരെ സൂപ്പർവിഷനോട് കൂടി തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഹാപ്പിയാണ്. വേറെ കുറ്റങ്ങളും കുറവുകളൊന്നും വേറെ വർക്കിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ ബൈ, കാണാം. ആയിക്കോട്ടെ. ഇതുപോലുള്ള വീഡിയോസുകളുമായി ഇനിയും ഞങ്ങൾ വരുന്നതാണ്. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.